ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി 2025-26 അക്കാഡമിക് ഇയറിലോട്ടുള്ള ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് +2 വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിവിധ കോഴ്സുകളോട്ട് ഓൺലൈൻ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പം നിലവിൽ +2 റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, അതായത് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള വിവിധ സബ്ജക്റ്റുകളാണ് ഇപ്പോൾ എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നത്. ഈ ഒരു അവസരം എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുവാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വിശദമായി പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ നേരത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡിഗ്രി അഡ്മിഷൻ അപേക്ഷ വിളിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കേരള യൂണിവേഴ്സിറ്റിയും എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡിഗ്രി അഡ്മിഷൻ അപേക്ഷ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോട്ട് ചെയ്ത് വെക്കുക. admission.keralauniversity.ac.in എന്നുള്ള വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ FYUGP CSS എന്ന ലിങ്ക് കാണാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമലായിട്ടില്ല, അതായത് അലോട്ട്മെൻറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള അഡ്മിഷൻ്റെ അപേക്ഷ, അതായത് റിസൾട്ട് വന്നതിന് ശേഷമാണ് അപേക്ഷ വിളിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ വിദ്യാർത്ഥികൾ കൂടി ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു അവസരം എൻട്രൻസ് പരീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് +2 പരീക്ഷയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടല്ല, നിങ്ങൾക്ക് ഈ ഒരു എൻട്രൻസ് പരീക്ഷ ലഭിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും പരമാവധി അപേക്ഷ കൊടുത്ത് അത് അഡ്മിഷൻ നേടാൻ വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു FYUGP CSS എന്നുള്ള ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് അത് രജിസ്റ്റർ ചെയ്യുവാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഏതൊക്കെയാണ് കോഴ്സുകൾ, അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. അതിനായിട്ട് ഏറ്റവും മുകളിൽ നിങ്ങൾക്കിവിടെ ഓൺലൈൻ അഡ്മിഷൻ 2025-26 പ്രോസ്പെക്ട്സ് ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഓരോ കാര്യങ്ങളും നോക്കാം. ഒന്നാമതായിട്ട് അപേക്ഷയുടെ അവസാന ഡേറ്റ് ശ്രദ്ധിക്കുക. നിലവിൽ 10/5/2025 വരെയാണ്. അപ്പോൾ ഇനിയും അപേക്ഷ കൊടുക്കാതെ വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. 10/5/2025 വരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. എൻട്രൻസ് എക്സാമിൻ്റെ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഈ മാസം തന്നെ 26-ാം തീയതിയാണ് എൻട്രൻസ് പരീക്ഷ നടക്കുക. അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് ജൂൺ 10-ാം തീയതിയും, അതുപോലെ തന്നെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 12/6/2025. അതേപോലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ജൂലൈ 1. ഇതാണ് ഇതിൻ്റെ ഡേറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിലവിൽ അപേക്ഷ കൊടുക്കാതെ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. 10/5/2025 വരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള വളരെ പ്രധാനപ്പെട്ട കോഴ്സുകളാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. നമുക്ക് കോഴ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഏതൊക്കെയാണ് മേജർ കോഴ്സുകൾ നോക്കാം. അതായത് ശ്രദ്ധിക്കുക, ഓരോ കോഴ്സിനും 15 സീറ്റ് വീതമാണ്. അതായത് BSc വിഭാഗത്തിൽ 15 സീറ്റ് വിഭാഗമാണ്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നോക്കാം. അതായത് ബയോളജി, കെമിസ്ട്രി, BSc വിഭാഗത്തിൽ ബയോളജി, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ജിയോളജി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സൈക്കോളജി. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകൾ BSc വിഭാഗത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് പരീക്ഷ എഴുതി നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ BSc വിഭാഗത്തിൽ 15 സീറ്റുകളാണുള്ളത്. ഇനി BA വിഭാഗത്തിലെടുക്കുകയാണ്, BA ഓണേഴ്സ് വിഭാഗത്തിലെടുക്കുകയാണെങ്കിൽ എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, ഹിസ്റ്ററി, മലയാളം, അതേപോലെ പൊളിറ്റിക്സ്, ഇൻ്റർനാഷണൽ റിലേഷൻസ്, അതേപോലെ സംസ്കൃതം, ഇത്രയും കോഴ്സുകൾ BA ഓണേഴ്സ് വിഭാഗത്തിൽ അത് 20 സീറ്റാണ് ഓരോ കോഴ്സിനും ഉള്ളത്. ഇനി നമുക്ക് അതുകൂടാതെ BCom ഓണേഴ്സ്, അതേപോലെ തന്നെ BBA ഓണേഴ്സ്, അത് 20 സീറ്റ് BComനും അതേപോലെ 20 സീറ്റ് BBAക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് നിലവിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് അടിസ്ഥാനത്തിലുള്ള കോഴ്സുകൾ. ഇനി അതോടൊപ്പം തന്നെ ഈ ഒരു മേജർ കോഴ്സിന് കൂടാതെ ഈ ഒരു കോഴ്സിൽ വിദ്യാർത്ഥികൾക്ക്, അത് പുതിയ സിസ്റ്റം പ്രകാരം വിദ്യാർത്ഥികൾക്ക് മൈനർ കോഴ്സ്, ഇഷ്ടമുള്ള കോഴ്സ് ചൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി നിലവിൽ മൈനർ കോഴ്സ്, ഇത്രയും കോഴ്സുകൾ മൈനർ സബ്ജക്റ്റുകളായിട്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കും. അതായത് ഫിലോസഫി, ബയോകെമിസ്ട്രി, ആർക്കിയോളജി, അത്തരത്തിൽ വിവിധ കോഴ്സുകൾ ഏകദേശം മറ്റു യൂണിവേഴ്സിറ്റി, ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റിയും ഇപ്പോൾ ധാരാളം മൈനർ കോഴ്സുകൾ വീണ്ടും പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഇത്രയും സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് മൈനർ സബ്ജക്റ്റായിട്ട്, ഏത് മേജർ ആണെങ്കിലും അതിൻ്റെ കൂടെ മൈനർ സബ്ജക്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കി ഏതൊക്കെയാണ് മൈനർ കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൈനർ കോഴ്സ് നിങ്ങൾക്ക് പിന്നീട് ചൂസ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ സംബന്ധമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നോക്കി ബാക്കിയുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് പ്രോസ്പെക്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ ഓൺലൈൻ അപേക്ഷ ഫീസുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ 1200 രൂപയും, ഇനി അതേപോലെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒന്നിൽ കൂടുതൽ കോഴ്സുകൾ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഓരോ സബ്ജക്റ്റിന് നിങ്ങൾ 150 രൂപയാണ് കൊടുക്കേണ്ടത്. SUC വിഭാഗത്തിൽപ്പെട്ടവർക്ക് 600 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സമയത്ത് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ എൻട്രൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കും. അതായത് വിദ്യാർത്ഥികൾക്ക് 40 ക്വസ്റ്റ്യനാണ് എൻട്രൻസ് പരീക്ഷ ഓരോ സബ്ജക്റ്റിലും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ 40 ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വീതമാണ്. അപ്പോൾ മാക്സിമം മാർക്ക് ശ്രദ്ധിക്കാൻ 160 മാർക്കാണ് മാക്സിമം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. ഇനി അതോടൊപ്പം തന്നെ ഒരു സബ്ജക്റ്റിൻ്റെ ഡ്യൂറേഷൻ 1 മണിക്കൂറായിരിക്കും. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് 4 മാർക്ക് ഒരു ക്വസ്റ്റ്യന് 4 മാർക്കും, അതേപോലെ തന്നെ 1 മാർക്ക് വിദ്യാർത്ഥികൾക്ക്
ഓരോ തെറ്റായ ക്വസ്റ്റിനും ഒരു മാർക്ക് വെച്ച് ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ 40 ക്വസ്റ്റ്യൻ, അതായത് 160 മാർക്കിൻ്റെ 40 ക്വസ്റ്റ്യനാണ് വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൃത്യമായിട്ട് ഈ ഒരു പ്രോസ്പെക്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം വിദ്യാർത്ഥികൾ വീണ്ടും ഹോം പേജിലോട്ട് വന്ന് ന്യൂ രജിസ്റ്റർ എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഒരു പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ജസ്റ്റ് നോർമലായിട്ട് സ്വന്തമായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വഴി തന്നെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രൊസീജിയർ മാത്രമാണ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ നെയിം SSLC ബുക്കിൽ അതേ രീതി നിങ്ങൾ നെയിം കൊടുക്കുക, അതായത് SSLC ബുക്കിൻ്റെ അതേ ഫോർമാറ്റിൽ തന്നെ ഒന്നും തെറ്റിക്കാതെ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, അതേപോലെ മൊബൈൽ നമ്പർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ ID, പാസ്വേഡ് ഉൾപ്പെട്ട കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും നിങ്ങൾ ലോഗിൻ ചെയ്ത് അത് നിങ്ങൾ വീണ്ടും പ്രൊഫൈൽ ഹോം പേജിലോട്ട് വന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതേപോലെ അക്കാഡമിക് ഡീറ്റെയിൽസ്, ഡോക്യുമെൻറ്റ്സ്, നിങ്ങളുടെ ഫോട്ടോയും അതേപോലെ സിഗ്നേച്ചറും കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് കൂടി കൃത്യമായിട്ട് പേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നിങ്ങൾക്ക് വെരിഫിക്കേഷൻ നടത്തി ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ഏകദേശം തൊട്ടടുത്ത വീക്കിൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നമ്മൾ പരമാവധി നമ്മുടെ ചാനൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാൻ, ഇത്തരത്തിലുള്ള വീഡിയോകൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.